ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മണ്ഡല ആർട്ടാണ് ചെയ്യാൻ പോണത്. കാണുന്ന പോലെയല്ല, ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മനസ്സിന് അത്രയും സംതൃപ്തി തരുന്ന ഒരു ആർട്ട് വർക്ക് കൂടിയാണ്. ആദ്യം തന്നെ ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അളവൊക്കെ നോക്കി കറക്റ്റായിട്ട് അതിൻ്റെ നടുക്കിലുള്ള ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരേ അകലത്തിൽ ഇതേപോലെ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോമ്പസ് യൂസ് ചെയ്ത് കുറേ സർക്കിൾസും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ സർക്കിളിൻ്റെ ഇടയിലും 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യണത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓരോരോ സർക്കിളിൻ്റെ ഉള്ളിൽ ഞാൻ ഓരോരോ കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം റെഡ് കൊടുത്തു, അതിൻ്റെ പുറത്ത് ഓറഞ്ച് കളർ കൊടുത്തു, അതിൻ്റെയും പുറത്ത് ഞാൻ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്യണത്. കളേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് ഒട്ടും പുറത്ത് പോകാണ്ട് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ആർട്ട് വർക്കിൻ്റെ ഭംഗി അതിൻ്റെ നീറ്റ്നെസ്സിലാണ് കേട്ടോ. ഇനി ഞാൻ പിങ്കും ബ്ലൂവും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ലാവൻഡർ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും ഔട്ടർ സൈഡിലായിട്ട് ഞാൻ മജന്ത കളറാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം വരച്ച പെൻസിൽ വെച്ച് വരച്ചിട്ടുള്ള ലൈൻസ് ഉണ്ടല്ലോ, അതൊന്നും മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഡാർക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നടുക്കിൽ ആദ്യം തന്നെ ഞാനൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ആ ലൈൻസ് ഉണ്ടല്ലോ പെൻസിൽ വെച്ച് വരച്ചത്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാനിങ്ങനെ ഓരോരോ ലൈൻസിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സൈസിലും ഷേപ്പിലും ഉള്ള ഡിസൈൻസ് നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, ആ ലൈൻസിൻ്റെ ഇടയിലായിട്ട് ഞാനിങ്ങനെ പോയിൻ്റ് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കണ ഓരോ ഡിസൈനും സെയിം സൈസിൽ നമുക്ക് കിട്ടും. ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ല ക്ഷമ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ സമയവും. പക്ഷേ ഇതിൻ്റെ എൻഡ് റിസൾട്ട് അത്രയും അടിപൊളിയാണ്. ഞാനിതിലിപ്പോൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ ബാക്ക് സൈഡിൽ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ടൂൾസൊക്കെ വാങ്ങിക്കാൻ കിട്ടും, മണ്ഡാല ആർട്ട് ചെയ്യാനുള്ള ടൂൾസ് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ ബാക്ക് സൈഡ്, അതേപോലെ പേനയുടെ ബാക്ക് സൈഡ്, പെൻസിലിൻ്റെ, പിന്നെ ബഡ്സ്, അതേപോലെ ടൂത്ത് പിക്ക്, അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാനിതിൽ പെയിൻറ്റ് ചെയ്യണത് മുഴുവൻ കാണിക്കണില്ല, കാരണം ഞാൻ 2 ദിവസം ഫുള്ളായിട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ സ്റ്റെപ്സായിട്ട് ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ എന്താ ചെയ്തതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ എളുപ്പമാവും. അതേപോലെ ആ ഒരു ഫൈനൽ ലുക്കിലേക്ക് ഞാനിത് എങ്ങനെയാണ് എത്തിച്ചതെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരണത്. നമുക്ക് ഈ ഒരു ആർട്ട് വർക്ക് ഡോട്ടുകൾ മാത്രം ഇട്ട് കൊടുത്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഫ്ലോറൽ ഡിസൈനും അതിൻ്റെ കൂടെ ഡോട്ട്സും ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യണ ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ്റ് ഇങ്ങനെ വെറുതെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ പെൻസിൽ കൊണ്ട് വരച്ച ലൈൻസ് നോക്കിയിട്ട് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഡാർക്ക് ഗ്രീനിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് ആ ഒരു ഷെയ്ഡാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്തെടുക്കാണ്ട് ഒരൊറ്റ കളർ തീമിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, വയലറ്റ്, പേർപ്പിള്, അതേപോലെ ലാവൻഡർ, പിന്നെ അതിൻ്റെ കൂടെ ബ്ലൂവിൽ വൈറ്റൊക്കെ മിക്സ് ആക്കിയിട്ട് അതേപോലെ വൈറ്റ് കളർ, ഗോൾഡൻ കളർ, ഇത്രയും കളേഴ്സ് മാത്രം യൂസ് ചെയ്ത് ആ ഒരു ബ്ലൂവിൻ്റെ ഒരു തീമിൽ നമുക്ക് ചെയ്തെടുക്കാം. അതേപോലെ ഏത് കളറിൻ്റെ വേണമെങ്കിലും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഇതേപോലെ നമ്മളിതിൻ്റെ ഗ്യാപ്പുകളൊന്നും ഇല്ലാണ്ട് ഫില്ല് ചെയ്ത് ചെറിയ ചെറിയ ഡിസൈൻസ്, അതായത് ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ആകെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ, നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച ആ ലൈൻസില്ലേ അതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് എല്ലാതും ഒരേ ഷേപ്പിലും സൈസിലും വരുന്ന രീതിയിൽ പതുക്കെ പതുക്കെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു പേനയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഇതേപോലെ ഗോൾഡൻ കളറ് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓരോ ഡോട്ടിൻ്റെയും ഇടയിലായിട്ട് ഇതേപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ തിന്നായിട്ട് വരച്ചെടുക്കാനായി ലൈനർ ബ്രഷ് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യണതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും വൈറ്റ് പെയിൻറ്റ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഞാനിങ്ങനെ ചെറിയ ഡിസൈൻസ് ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്.
പടം വരയ്ക്കാൻ അറിയാത്തവർക്കും ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. കുറച്ച് ക്ഷമയോടുകൂടി സമയമെടുത്ത് പതുക്കെ റിലാക്സ് ചെയ്ത് ചെറുതും വലുതും ആയിട്ടുള്ള ഇങ്ങനെ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. നമുക്കിപ്പോൾ വരയ്ക്കാനൊന്നും അറിയേണ്ട കാര്യമില്ല. ഇനി ലാസ്റ്റത്തെ ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് വരച്ചു കൊടുക്കുന്നത്. നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചത് നോക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ നടുക്കിൽ ഇതുപോലെ പോയിൻ്റ് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എല്ലാം ഒരേ സൈസിൽ വരച്ചു കൊടുക്കുക. ഇനി പിങ്ക് വെച്ചിട്ട് അത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാത്തിൻ്റെയും നടുക്കിലായിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് പേനയുടെ ബാക്ക് സൈഡ് വെച്ച് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ഇതിന് ചുറ്റും ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മുടെ പെയിൻറ്റ് ചെയ്യണ ബ്രഷ് ഒരു വട്ടം പെയിൻറ്റിലൊന്ന് മുക്കുക. എന്നിട്ട് ഈ ഒരു 5 ഡോട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യത്തെ ഡോട്ട് കുറച്ച് വലുതും പിന്നെ ചെറുതായിട്ട് അങ്ങനെ ഒരു പാറ്റേണിലേക്ക് ഇത് വരും. അങ്ങനെയാണത് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ ഔട്ട്ലൈൻ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ ഗോൾഡൻ കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ചെറിയ ഡോട്ട്സ് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആർട്ട് വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? നിങ്ങൾ പറയട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ടെങ്കിൽ ഫോട്ടോസൊക്കെ മെയിൽ ചെയ്ത് തരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പോവാണ്. വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്